ജനനായകന് എ സർട്ടിഫിക്കറ്റ് ലഭിച്ചതോടെ തന്നെ വിജയുടെ സിനിമ പുറത്തിറങ്ങാൻ കാത്തിരിക്കുകയാണ് പ്രേക്ഷകർ വളരെയധികം കൃത്യമായി അത് ഏറ്റെടുക്കുകയും ചെയ്യുന്നുണ്ട്. ഓരോ തവണയും പ്രേക്ഷകർ സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്ന വാർത്തയാക്കി ഇത് മാറ്റുന്നുമുണ്ട്. ആരാധകർ വളരെയധികം സ്നേഹത്തോടെയാണ് ഈ വാർത്ത കാണുകയും ചെയ്യുന്നത്. ഇപ്പോഴിതാ വിജയെ നോക്കി വിജയുടെ മകന്റെ സിനിമ കൂടി മാറ്റിവെച്ചിരിക്കുകയാണെന്നാണ് പ്രേക്ഷകർ അറിയുന്നത്. വിജയുടെ മകൻ അങ്ങനെ ചെയ്യണമെങ്കിൽ അദ്ദേഹത്തിന് വളരെയധികം സ്നേഹമുണ്ടെന്നും ഇപ്പോഴും അവർ തമ്മിലുള്ള ബന്ധത്തിന് യാതൊരു വിള്ളൽ പോലും പറ്റിയിട്ടില്ലെന്നുമാണ് മനസ്സിലാക്കുന്നത്. വിജയും മകനും തമ്മിലുള്ള അകൽച്ചയെക്കുറിച്ച് പലരും സംസാരിച്ചിരുന്നു. സംഗീതയോടൊപ്പമാണ് മകനെന്നും മകൻ പേരിന്റെ കൂടെയുള്ള വിജയ് ജോസഫ് എന്ന പേരെടുത്ത് മാറ്റിയെന്നും ജെയ്സൺ സഞ്ജയ് എന്ന് മാത്രമാണ് ഇട്ടിട്ടുള്ളതെന്നും പറയുന്നു. പ്രേക്ഷകർ വളരെയധികം കൃത്യമായി തന്നെ ഈ വാർത്തയെക്കുറിച്ച് ഏറ്റെടുക്കുകയും ചെയ്യുന്നുണ്ട്. പ്രേക്ഷകർ വളരെയധികം സോഷ്യൽ മീഡിയയിൽ ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്ന വാർത്തയാക്കി മാറ്റുന്നുണ്ടെന്ന് തന്നെ പറയാം. പ്രേക്ഷകർക്ക് തന്നെ വളരെ കൃത്യമായി നല്ല രീതിയിൽ തന്നെ സോഷ്യൽ മീഡിയയിൽ ഏറ്റെടുക്കുന്ന വാർത്തയായി മാറുന്നതിന് വളരെയധികം കാര്യവുമുണ്ട്. വിജയും മകനും തമ്മിൽ ഇപ്പോൾ ഈ സെലിബ്രേഷന്റെ രീതിയിൽ തന്നെ ഒരു വലിയ രീതിയിൽ ചർച്ചയുണ്ടാകുമോ എന്നാണ് എല്ലാവരും നോക്കുന്നത്. വിജയ് സിനിമയോടനുബന്ധിച്ച് തന്നെ മകന്റെ ചിത്രവും പുറത്തിറങ്ങാൻ ഇരിക്കുകയായിരുന്നു. വിജയ് ചിത്രം ജനനായകന്റെ റിലീസ് ഈ മാസം ഉണ്ടാകുമെന്ന അഭ്യൂഹങ്ങൾ പരന്നതോടെ തന്നെ വിജയുടെ മകൻ ജെയ്സൺ സഞ്ജയുടെ ചിത്രത്തിന്റെ റിലീസ് നീട്ടുകയാണെന്നാണ് അറിയുന്നത്. ജെയ്സൺ ആദ്യമായി സംവിധാനം ചെയ്യുന്ന സിനിമ സിഗ്മ എന്ന തമിഴ് തെലുങ്കു ചിത്രത്തിന്റെ റിലീസ് മാറ്റിവെച്ചതായിട്ടാണ് വിവരം. ഈ മാസം 31-നായിരുന്നു സിഗ്മയുടെ റിലീസ് നിശ്ചയിച്ചിരുന്നത്. ചിത്രത്തിന്റെ പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്കുകൾ പൂർത്തിയായിരുന്നു. ഇതിനിടയിലാണ് ജനനായകന്റെ റിലീസ് ഈ മാസത്തെ റിപ്പോർട്ട് വരുന്നത്. വിജയുടെ അവസാന ചിത്രം കൂടിയായ ജനനായകൻ റിലീസിന് പിന്നാലെ സിഗ്മ റിലീസ് ചെയ്താൽ നഷ്ടമുണ്ടാകുമെന്ന് കണക്കുകൂട്ടിയാണ് റിലീസ് നീട്ടുന്നതിനാണ് റിപ്പോർട്ടെന്നും ജനനായകൻ വന്നാൽ സിഗ്മയുടെ പ്രദർശനത്തിന് തിയേറ്ററുകൾ കുറയുമെന്ന ആശങ്കയും നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഇത്തരത്തിലുള്ള തീരുമാനം എടുത്തതെന്ന് കൂടി അറിയുന്നു. നേരത്തെ അച്ഛന്റെയും മകന്റെയും സിനിമ ക്ലാഷ് റിലീസായി വരുമെന്ന പ്രചരണങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ നിന്നുണ്ടായിരുന്നു എന്നത് സത്യമാണ്. അത് സത്യമാകുന്ന ഒരു കാഴ്ചയാണ് നമ്മളിപ്പോൾ കാണുന്നതും. വിജയുടെ മകൻ സംവിധാനം ചെയ്യുന്ന ചിത്രമായതിനാൽ സിഗ്മയുടെ റിലീസിനും ആരാധകർ കാത്തിരിക്കുകയാണ്. സുദീപ് കിഷൻ നായകനായി എത്തുന്ന ചിത്രത്തിൽ സംഗീത സംവിധാനം തമനാണ്. ചിത്രം ഓഗസ്റ്റിൽ റിലീസ് ചെയ്തേക്കുമെന്നാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത്. ജൂലൈ 31-ന് ഇത് റിലീസാക്കുമെന്ന് അറിഞ്ഞിരുന്നുവെങ്കിലും ഇപ്പോൾ ഇതിനൊടുവിൽ തന്നെ അറിയാൻ സാധിക്കുന്നത് ഓഗസ്റ്റിലേക്ക് അത് മാറ്റിയെന്നാണ്. ഓഗസ്റ്റ് ആദ്യവാരം അല്ലെങ്കിൽ രണ്ടാം വാരം എന്തായാലും ചിത്രം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. ജനനായകന്റെ റിലീസ് ഈ മാസം 24-നാണ് എല്ലാവരും പ്രതീക്ഷിക്കുന്നത്. അതിനോട് തന്നെ എല്ലാവരും വളരെയധികം തന്നെ സംസാരിക്കുകയും ചെയ്യുന്നുണ്ട്. ഏറെ വിവാദങ്ങൾക്ക് ശേഷം തമിഴ്നാട് മുഖ്യമന്ത്രി ജോസഫ് വിജയുടെ ജനനായകൻ തിയേറ്ററുകളിലേക്ക് എത്താൻ റെഡിയായി നിൽക്കുകയാണ്. ചിത്രത്തിന് സെൻസറിംഗ് പൂർത്തിയായെന്നും എ സർട്ടിഫിക്കറ്റ് ലഭിച്ചെന്നും കഴിഞ്ഞ ദിവസമാണ് ജനനായകന്റെ നിർമ്മാതാക്കളായ KVN പ്രൊഡക്ഷൻസ് ഔദ്യോഗികമായി അറിയിച്ചത്. ഇതിന് പിന്നാലെ ചിത്രത്തിന്റെ റിലീസ് ഡേറ്റിനെ കുറിച്ചും അഭ്യൂഹങ്ങൾ ഉയർന്നു. ഈ മാസം 24-ന് ചിത്രം റിലീസ് ചെയ്യുമെന്നാണ് റിപ്പോർട്ടുകൾ ഉള്ളത്. ചിത്രത്തിന്റെ കാനഡയിലെ വിതരണക്കാരായ യോഗ് സിനിമാസ് ആണ് 24-ന് കാനഡയിൽ റിലീസ് ചെയ്യുമെന്ന് കാണിച്ചുകൊണ്ട് എക്സിൽ പോസ്റ്റ് ഇട്ടത്. ഇപ്പോൾ തെലങ്കാനയിലും റിലീസ് അന്ന് തന്നെയാണെന്ന് റിപ്പോർട്ടുകളുണ്ട്. പക്ഷേ നിർമ്മാതാക്കളുടെ ഭാഗത്തു നിന്ന് ഇതുവരെ റിലീസിന്റെ കാര്യത്തിൽ പ്രതികരണം ഉണ്ടായിട്ടില്ല. കഴിഞ്ഞ ദിവസം സെൻസറിംഗ് പൂർത്തിയായെന്ന ജനനായകന്റെ പോസ്റ്റർ മുഖ്യമന്ത്രി വിജയ്ക്കും പങ്കുവച്ചിരുന്നു. ഇതോടെ ചിത്രത്തിന്റെ വരവുറപ്പിച്ച ആരാധകർ വൻ ആവേശത്തിലാണ്. പല വിതരണക്കാരും ചിത്രത്തിന്റെ റിലീസ് പോസ്റ്റുകളും അടിച്ചു കഴിഞ്ഞാണ് ഇപ്പോൾ വിവരം തന്നെ അറിയുന്നത്. എല്ലാവരും കൃത്യമായി ഇപ്പോൾ ഈ ചിത്രത്തിലേക്ക് തന്നെയാണ് നോക്കി നിൽക്കുന്നത്. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.